ഫ്രണ്ട്സ് ഇന്ന് ഷൂട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചിരിമേൻ്റെ ഷൂട്ട് പോയേട്ടാ. നേരെ പിലാത്ര പ്രൈത്തട്ടിനടുത്ത് പോയി. ഓക്കെ, അവിടെ ഇന്ന് നമ്മളെ വ്ളോഗിലേക്ക് ആദ്യമായിട്ടൊരു അതിഥിയുണ്ട്. നമ്മളെ വ്ളോഗിൽ ആദ്യമായിട്ടാണ് കാണിച്ചു തരാം. പിന്നെ ഷെയ്വെല്ലാം ചെയ്തിട്ടുണ്ട്, മുടി മുറിച്ചിട്ടുണ്ട്. ഈ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എൻ്റെ പണ്ട് ഇങ്ങനെയായിരുന്നു, പക്ഷെ പണ്ട് മീശ ഇല്ല, ഫുൾ പ്ലെയിനായിരുന്നു. ഇപ്പോൾ താടിയെല്ലാം കളഞ്ഞ് അങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. എൻ്റെ പണ്ടത്തെ കോലം ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇതിനേക്കാൾ അന്ന് ഉഷാറുണ്ട്. ഇപ്പം മെല്ലിട്ടല്ലേ, അന്നും മെല്ലിട്ടന്നെ. പക്ഷെ അന്നൊരു ഫുൾ എന്താ പറയുക, ജിമ്മെല്ലാം കുറേ വർഷം ഞാൻ ജിമ്മ് കളിച്ചിരുന്നു മുമ്പ്. അപ്പോൾ ഒരു ഫിറ്റും ബോഡി മസിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ ജിമ്മെല്ലാം കുറച്ച് വർഷമായിട്ട് നിർത്തി. ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം. ഇടയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. 1-2 ദിവസം പോയി, പിന്നെ മതിയായി. പോവാൻ മാറണം അല്ലേ. അങ്ങനെ ഞാൻ പിലാത്തിലെത്തി. നമ്മൾ ഷൂട്ടിങ്ങിന് ഇറങ്ങി. ഇവിടെ വേണ്ട, നമുക്കപ്പുറം. നമ്മളിങ്ങനെ പോയാണ്. ഫ്രീതേട്ടുണ്ട്. ഫ്രീതേട്ടാ, ഹായ്. ഹലോ. സുഖം. അപ്പം നമ്മൾ ഇതാൻ്റെ പുതിയ ലുക്ക് ഇതാ. ലെഫ്റ്റ്. പിന്നത്തെ ഷൂട്ടിനുള്ള സാധനങ്ങൾ ഇതാ. ബോട്ടിൽ നാടൻ പാറ്റാന്ന് നമ്മുടെ തീം. ഇതാ ലൈസ്, വാറ്റിൻ്റെ സാധനം ഇതാ. ഇതെന്നാ ഏതൊരു ലൈവ് മാറ്റാന്ന്, ലൈവിൻ്റെ ഒരു ഇത് വാങ്ങിയതാ. പിന്നെ ലൈസ്, ബിങ്കോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ ലൊക്കേഷൻ എത്തി. സേവ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് പറയണേ. കേട്ടിനാ? വാ അവരും കൂടെ അടുക്ക്. വണ്ടി ഹാൻഡ് ബ്രേക്ക് വണ്ടി ഇറങ്ങി. ട്രൈപ്പോഡൊന്നും വേണ്ടപ്പോൾ എന്താ വാ. ലൊക്കേഷൻ ഇന്നത്തെ ലൊക്കേഷൻ കിട്ടും. ഇതെന്തിനാണ്? അത് വേണോ അല്ലേ? യെസ്. വേണോ? അടുപ്പിക്കണോ? എന്നാൽ കുറച്ച് അടുപ്പിച്ചിട്ടോ. എന്നാൽ മരത്തിന് മുമ്പിലിട്ടേ. മരത്തിന് മുമ്പിൽ അങ്ങോട്ട് കയറിയിട്ടാണ് ഞാൻ നിൽക്കണ. പോണോ? കുപ്പിയെല്ലാം എടുത്തിട്ട് പോകുന്നാണുമ്പോൾ ആളുകയായിരിക്കും. അമ്മ ഭയങ്കര പൊള്ളടിക്കാനാണ് പോകുന്നത് അല്ലേ. സുൽഫിക്ക് വരുന്നുണ്ട് ബേക്കറി. പ്രൈത്തട്ടൻ വണ്ടി സൈഡാക്കിയിട്ട് വരുന്നുണ്ട്. ആളിയായിരിക്കും അമ്മ. റോഡ് മറ്റേ ആൾ വണ്ടി എടുത്ത് പോകുമ്പോൾ നോക്കുന്നത്. ഇതാ ലൈസ് കുപ്പി. പിന്നെ ട്രൈപ്പോഡ് ഇല്ലോണ്ട് കുഴപ്പമില്ല. ആളെന്ത് വിചാരിച്ചാലും എന്താ പറയുക, നമുക്ക് അറിയാലോ അമ്മ എങ്ങനെയാണ് അല്ലേ. നല്ല ഇതാ ലൊക്കേഷൻ. ഇതാ നമ്മുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഹെൽമെറ്റെല്ലാം കാണുന്നു. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഇത് നമുക്ക് അതിന് പറ്റിയ ലൊക്കേഷനാണോ? വാറ്റിന് പറ്റിയ ലൊക്കേഷനാണോ? അമ്മ ഓർഡർ എടുക്കണം. പ്രൈതയുടെ നമ്പറും 1 അതിൽ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ നമ്പർ അല്ലേ. നിങ്ങളെ നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചോ. ഉറുമുണ്ട്. ഇതാ ഫുള്ള് ഉറുമ്പോ. ബാ അല്ല, അങ്ങോട്ട് പിന്നെ പ്ലെയിനായി. നമ്മളെ മെയിൻ സ്ഥലം ഇതായിരിക്കും രസം ഉണ്ടാവുക. രസം ഉണ്ടാവുക. യെസ്, ഇതന്നെ ലൊക്കേഷൻ കണ്ടോ. അപ്പോൾ തുടങ്ങട്ടെ. തുടങ്ങാല്ലേ? ആ വേഗം ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് എൻ്റെ ചെറുത് ഇല്ല. അവിടെ വെച്ചേ അത് വെച്ചിടത്തെല്ലാം മറന്നു വെച്ചിട്ട് പോക്കാന്ന്. എൻ്റെ ഈ ബാഗ് ഇതെന്തെല്ലാം വേണ്ടി ഈ ബാഗ് എവിടെല്ലാം മറന്നു വെച്ചറിയതാ. 2 വട്ടം മറന്നു വെച്ചിട്ട് 1-2 വട്ടം മറന്നു വെച്ചിട്ട്. ഒരു വട്ടം പ്രൈത്തട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത്, എന്നിട്ട് ആടെ റോഡ് സൈഡിൽ വെച്ച് തന്നെ പിന്നെ എടുക്കാൻ വിട്ടുപോയി. പിറ്റേ ദിവസം പ്രൈത്തട്ടൻ അമ്മക്കാറ്റാ കിട്ടിയത്, അമ്മയായിട്ടാണ് എടുത്ത് തന്നത്. അതുകൊണ്ട് സാധനം കിട്ടി. അതിൻ്റെ ഉള്ള എന്തോ സാധനമുണ്ട്, വില പിടിപ്പുള്ള നമ്മളെ ക്യാമറയുടെ സാധനങ്ങൾ, ബാറ്ററിയും ചാർജറും കാര്യങ്ങളെല്ലാം അന്ന് കിട്ടിയ ഭാഗ്യം. അത് റോഡ് സൈഡിൽ. തുടങ്ങാം നമുക്ക് പ്രൈത്തട്ടാ. യെസ്. ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് ഒരു ഷൂട്ട് ചെയ്ത് തൂക്കിയിട്ടുണ്ടാവില്ല. അല്ല, അതൊരു കോമഡി രസമല്ലേ, തൂക്കൂല അത് നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ നമ്മളെ ആധിപത്യം ഇതെല്ലാം നമ്മ ചെയ്യുന്ന പോലെ തന്നെ, വേറെ ഒന്നുമില്ല. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇല്ല അല്ലേ. ലൈസ് മറ്റേ ഇത് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അല്ല ബിങ്കോ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ലൈസ് അല്ല ബിങ്കോ. ഇതാ ഒരു വാറ്റിൻ്റെ ഒരു സംഭവം. വാറ്റ് കേന്ദ്രം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ അമ്മ ഇരിക്കും. ഞാൻ ഷൂട്ട് റീൽ കാണണം കേട്ടോ.
മക്കളെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് കഴിഞ്ഞ് ബിങ്കോ ബാക്കിയായിട്ടുണ്ട്. അടുത്താകുമ്പോൾ ബിങ്കോ തിന്നല്, ബിങ്കോ ഫുഡ് ബിങ്കോ കഴിക്കല്. ചായ കുടിക്കണോ സംഭവം ഒന്നും അറിയാം കഴിച്ചാ. ഞാൻ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് നെഹി, അപ്പം ഫുഡ് നെഹി എന്നല്ല, ഫുഡ് ഉണ്ടായിരുന്നു വീട്ടിൽ, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. എനിക്ക് നിങ്ങളെ അത് ഈ ബിങ്കോ കാർ പെറ്റിച്ച അതിൻ്റെ ഉള്ള ആകെ 5 എണ്ണം. 5 റുപ്യക്ക് 5 എണ്ണം, ഒന്നിന് 1 റുപ്യ. ഇതാ മുമ്പ് 10 എണ്ണം ഉണ്ടായിന്, ഇപ്പം 5 എണ്ണം. ഇങ്ങനെ ഉണ്ടോ? ഈ എല്ലാ കമ്പനി ഏകദേശം സെയിം മസാല ആണ് കേട്ടോ. അടിപൊളി ആയി. നമ്മ പോക്കായി. കള്ളിത്തുണി എന്താ പറയല്ലേ ഇനി. പോലാ. യെസ്, വാറ്റെടുക്കണോ? വാറ്റ് അങ്ങോട്ടേക്ക് എടുത്തിട്ട് നമുക്ക് വേസ്റ്റിലിടം കൂടാ. ഇത് വള്ളിനെ കൊണ്ട് വെട്ടിയാട്ടോ. വള്ളി കണ്ട, വള്ളി നടക്ക്. ട്രൈപ്പോഡ് പോ. യോ ഇതെല്ലാം ഡിക്കിലോ ഒക്കെ ഉണ്ടായിരുന്നു. ഡിക്കിലോ ഒക്കെ ഭഗവാൻ. ഇത്രയും സാധനങ്ങളുണ്ട് ഇപ്പോൾ. പാത്രം കാര്യങ്ങളും കാണുന്നുണ്ടല്ലേ. യെസ്, ഈ സമയത്ത് അപ്പുറിപ്പുറയിലുള്ള അമ്പലത്തിൽ നിന്നുള്ള പാട്ടില്ലേ, ഒരു 6 മണിയാകുമ്പോൾ അല്ലേ, എന്താ രസം. ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി ഇതെല്ലാം പറയുന്നത് ഇതാണ് കേട്ടോ അല്ലേ. നല്ല ഈ സമയത്തുള്ള പാട്ട്, മൈരിവിന് ബാങ്ക്. ഇവർ 5:30 പാട്ട് തുടങ്ങല്. ഇവിടുത്തെ ശ്രീകൃഷ്ണ അമ്പലത്തിൽ നിന്നല്ലാന്നാണ്. ശ്രീകൃഷ്ണ അമ്പലോ അല്ലേ? ഇവ കുഞ്ഞ് മല്ലോട്ടൊന്ന് ഉണ്ടോ? അവിടെ ഇല്ല. കൂടുതലും ക്ഷേത്രങ്ങളല്ലേ. കാവുകളുണ്ട്, മടപ്പുരകളുണ്ട്, അങ്ങനെ പല പല. കാവൊന്നും ഉണ്ടാവില്ല. കാവല് കുറവായിരിക്കും. പൂജയുള്ള സ്ഥലത്താണ് ഉണ്ടാവാറ്. ഇത് റെക്കോർഡ് ചെയ്തിട്ട് വെക്കുന്നയാ? ഇനി ടൈമർ ഇട്ട് വെക്കുന്നല്ലേ? ഇപ്പോൾ അപ്പുറത്ത് ഇവിടുന്നെല്ലാം ഒരു സ്ഥലത്തൊന്നല്ല കേട്ടോ, അപ്പുറം ഇപ്പുറത്തെല്ലാം ഈ പാട്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിനടുത്തെല്ലാം വൈകിട്ട് ഉണ്ടാവും. നമ്മുടെ ചെങ്ങല ശ്രീകൃഷ്ണ അമ്പലത്തിൽ നിന്നെല്ലാന്ന് കേൾക്കല്. അവിടെ നിന്ന് വെക്കുന്ന പാട്ടാണ് ഉണ്ടാവുക. ഈ അമ്പലത്തിലെ പാട്ടൊന്നും കേൾക്കുമ്പോൾ വൈകിട്ട് പെട്ടെന്ന് ഈ പഴയൊരു ഫീലിംഗ് അല്ലേ, ഗ്രൗണ്ടിൽ കളിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും വരുമല്ലോ സ്കൂളിൽ വിട്ട് വരുന്നല്ലോ. ലൈറ്റ് മ്യൂസിക് ഒരു എനർജിയാണ്, ഭയങ്കര പോസിറ്റീവാണ്. എനിക്ക് എന്നാ തമാശ ഒന്നല്ലേ, എനിക്ക് അമ്പലത്തിലെ പാട്ട് വൈകുന്നേരം ഇങ്ങനെ കേൾക്കുമ്പോൾ പഴയ കാലം ഓർമ്മ വരും. യേശുദാസിന്റെ പഴയ അവരെ ഭക്തിയാനല്ലേ, ആനയിറങ്ങും മാമലയിൽ അന്നേരം ഉണ്ടത്. അങ്ങോട്ടെല്ലാം നമുക്ക് എപ്പം പിടിക്കാൻ പറ്റും. അങ്ങോട്ടേക്ക് ലൊക്കേഷൻ ഇടണം. അങ്ങോട്ടേക്ക് ഇടണം. നല്ല ഏരിയ കേട്ടോ. അതായത് അല്ല, അങ്ങോട്ടേക്ക് തന്നെയല്ലേ നമ്മ പോയത്. അതിന്റെ ഇപ്പുറ സൈഡ് കുറച്ച് ഇപ്പുറം നമ്മ ചാടിക്കാൻ നിർത്തിയേട്ടാ മണ്ടൂര്. ചായ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞുതരും അല്ലേ. അത്രേ ഉള്ളൂ. ചായ നല്ലയാണെങ്കിൽ അഭിപ്രായം എന്തായാലും പറയൂ. ചായ നല്ലയാണെങ്കിൽ ലൊക്കേഷൻ, അതായത് ഷോപ്പും കാണിച്ചു തരും. ലൊക്കേഷനും ഉണ്ട്, ഷോപ്പും ഉണ്ട്, എല്ലാം ഒന്നും കാണിച്ചു തരില്ല. നല്ലയാണെങ്കിൽ മാത്രം. ഓക്കെ, വെറുതെ എന്തിനാണ് നിങ്ങളെ ഇതാക്കുന്നു. മധുരം കുറവ് ചായ. ഉള്ളിവട വന്നിട്ടുണ്ട്. ഉള്ളിവട എടുത്തിട്ടുണ്ട്. ഉള്ളിവട ഇതോ അവിടെ എനിക്ക് സാധാ ചായ മധുരം കുറവേ. സാധാ ചായ മധുരം കുറവ്. മോശമില്ല. അതിനോ വേണ്ടി തിളക്കുന്ന പാടി ചാടിക്കുന്നുണ്ട്. ഒരു പഴംപൊരി കൂടി, ഒരു പഴംപൊരി വലുതോക്കിട്ടാണ് നിർത്തുന്നത്. അത് മതി ഞാൻ വെറുതെ പറഞ്ഞോ. ഞാൻ തമാശയാക്കിയത്. എല്ലാം വലുത് തന്നെയാണ്.
അത് മധുരം കുറവാ പഴംപൊരി എടുത്തു ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് രതീഷ് രതീഷ് ഉണരൂ രതീഷ് ഏതാ രതീഷ് ഓണം 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 ചോദിച്ചാ